അപ്പോൾ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പത്രം ഇന്ന് ബാനർ ഹെഡിങ് ഫ്രണ്ട് പേജിൽ ഈ 5 വർഷക്കാലം നിരവധി പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെ നമ്മുടെ രാജ്യം കടന്നുപോയിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലെല്ലാം നമ്മുടെ നാട്ടിലെ നാട്ടുകാർ, വോട്ടർമാർ പലപ്പോഴും വല്ലാതെ വേദനിച്ച് കഴിയേണ്ടി വന്നു. കാരണം അവരുടെ പ്രതീക്ഷക്കനുസരിച്ച നിലപാടല്ല ഇവിടെ നിന്ന് തങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചു പോയ എംപിമാർ സ്വീകരിക്കുന്നത് എന്നത് അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഓരോ സംഭവം വരുമ്പോഴും ഇവരെയാണല്ലോ ഞങ്ങൾ മനസ്സ് വേദനിക്കുന്ന അവസ്ഥ. ഇതിൻ്റെ എല്ലാം ഒരുപാട് അനുഭവമാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുള്ളത്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുക. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലുള്ള ദേശീയ പ്രശ്നങ്ങൾ വലിയ തോതിൽ രാജ്യത്ത് ഉയർന്നു വന്നു. ആ ഘട്ടത്തിൽ കേരളത്തിലുള്ള 20 പാർലമെൻറ്റ് അംഗങ്ങളിൽ ഇപ്പോഴത്തെ നില പറയുക 18 പേരാണ് UDFൻ്റെ കൂടെ, 2 പേരാണ് LDF. 2019 നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിന് 2ാം ഊഴം കിട്ടുന്നത്. 2ാം ഊഴം കിട്ടിയ ഉടനെ RSS പ്രധാനമായി കാണുന്ന ഒരു അജണ്ടയിലേക്ക് കടക്കുക ചെയ്തു. RSS രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായി കാണുന്നതിൽ ഒരു കൂട്ടർ മുസ്ലിമാണ്, മറ്റൊരു കൂട്ടർ ക്രിസ്ത്യാനിയാണ്, വേറൊരു കൂട്ടർ കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ ആ മുസ്ലിമിനെതിരെയുള്ള നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ നാസിസം ജൂതരോട് എങ്ങനെയാണോ സമീപനം സ്വീകരിച്ചത്, അതേ നിലയാണ് ഇന്ത്യയിൽ RSSും BJPയും ജൂതരോട് സ്വീകരിക്കുന്നത്. ഇതാണ് നാം യഥാർത്ഥത്തിൽ കാണേണ്ടത്. ഈ പ്രശ്നം RSS അജണ്ടയുടെ ഭാഗമായി വന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. നാം കാണേണ്ടത് ലോകമാകെ അതിന് എതിർത്തു. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാഷ്ട്രങ്ങൾ, ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ അമേരിക്കയുടെ സഖ്യശക്തിയാക്കി മാറ്റിയ ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്. അമേരിക്കയുമായി നല്ല ചങ്ങാത്തത്തിനും അവരുമായുള്ള സഖ്യം ശക്തിപ്പെടുത്താനും നടപടികളെടുത്തതാണ് കോൺഗ്രസ് നേതൃത്വമുള്ള ഗവൺമെൻറ്, നമുക്കറിയാം. അതിൻ്റെ തുടർച്ചയായി അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയാക്കി നമ്മുടെ രാജ്യത്തെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് മാറ്റി. പക്ഷേ ഈ പ്രശ്നം മതാടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്ന പ്രശ്നം വന്നപ്പോൾ തങ്ങളോട് ഇങ്ങനെ വിധേയത്വം കാണിച്ചവരാണല്ലോ ഇവർ എന്ന മനോഭാവം അമേരിക്ക കാണിച്ചില്ല. ശക്തമായ ഭാഷയിൽ ഇന്ത്യയുടെ നിലപാടിനെ അമേരിക്കക്ക് അപലപിക്കേണ്ടി വന്നു, ലോകരാഷ്ട്രങ്ങൾക്ക് അപലപിക്കേണ്ടി വന്നു, ഐക്യരാഷ്ട്രസഭ പോലുള്ള ലോക സംഘടനകൾക്ക് അപലപിക്കേണ്ടി വന്നു. ലോകത്ത് ഇന്ത്യ ഒറ്റപ്പെടുന്നതിനിടയായി. എന്താ കാരണം? നമ്മുടെ ലോകത്ത് അഭയാർത്ഥികൾ മിക്ക രാജ്യങ്ങളിലുമുണ്ട്. ആ അഭയാർത്ഥികളെ ഒരു രാജ്യവും മതാടിസ്ഥാനത്തിൽ വേർതിരിക്കലോ മതാടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കാറോ ഇല്ല.
ഇവിടെ അതാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ 6 വിഭാഗത്തിന് മാത്രം അതിൽ നിന്ന് പൗരത്വം, മുസ്ലിമിനും മറ്റുള്ളവർക്കും പൗരത്വമില്ല എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. ഇതാണ് കാണേണ്ടത്. മുസ്ലിമിൻ്റെ പൗരത്വം നിഷേധിക്കാൻ വേണ്ടിയുള്ളൊരു നിയമം. ഈ വിവേചനത്തെയാണ് ലോകമാകെ എതിർത്തത്. നമ്മുടെ രാജ്യത്ത് ശക്തമായ എതിർപ്പ് ഉയർന്നു വന്നു. ഡൽഹിയിലെ വലിയ പ്രക്ഷോഭം കോൺഗ്രസ്സുകാർ എവിടെയെങ്കിലും കണ്ടോ? ആ പ്രക്ഷോഭത്തിൽ, ഡൽഹി പ്രക്ഷോഭത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജനറൽ സെക്രട്ടറിമാർ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, ബിനോയ് വിശ്വം, അങ്ങനൊരു വലിയ നിര. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെ ആ വഴിക്ക് എവിടെയെങ്കിലും കണ്ടോ? എന്തുകൊണ്ടാണ് അവരില്ലാതിരുന്നത്? നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ഈ 18 അംഗ സംഘത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഈ തെറ്റായ നടപടിയെ അപലപിക്കുന്നതോ വിമർശിക്കുന്നതോ അതിനെതിർക്കുന്നതോ നമ്മൾ കണ്ടോ? അതിനെതിരായി പ്രക്ഷോഭം നടന്നപ്പോൾ ആ പ്രക്ഷോഭം നടത്തിയവർക്ക് നേരെ സംഘപരിവാർ ആക്രമണം അഴിച്ചു വിട്ടപ്പോൾ എല്ലായിടങ്ങളിലും ഇടതുപക്ഷ നേതാക്കളും ഇടതുപക്ഷ എംപിമാരും ഓടിയെത്തി. കോൺഗ്രസിനെ ആ വഴിക്ക് കണ്ടോ? നമ്മുടെ നാട്ടിൽ നിന്ന് ജയിച്ചുപോയ 18 അംഗ സംഘത്തിൽ ആരെയെങ്കിലും എവിടെയെങ്കിലും കാണാൻ കഴിഞ്ഞോ? ഇതാണ് നാം വിലയിരുത്തേണ്ട പ്രധാന കാര്യം. ഇതുപോലുള്ള അനേകം സംഭവങ്ങൾ ഞങ്ങളാണല്ലോ ഇവരെ വിജയിപ്പിച്ചയച്ചത് എന്ന് വേദനിക്കുന്ന നിലയിലേക്ക് നമ്മുടെ നാട്ടുകാരെ എത്തിച്ചു എന്നതാണ് നമ്മൾ ഓർക്കേണ്ട കാര്യം. ഇത് പൗരത്വ നിയമ ഭേദഗതിയുടെ മറ്റൊരു കാര്യം. എല്ലാവർക്കും അറിയാം, നമ്മൾ കേരളം സ്വീകരിച്ച നില. കേരളം ഇവിടെ നടപ്പാക്കില്ല എന്ന് പറഞ്ഞു. നമ്മൾ എല്ലാവരെയും ചേർത്ത് നിർത്തിയാണ് അതിനെ എതിർക്കാൻ പുറപ്പെട്ടത്. കാരണം അതേ നമുക്ക് കഴിയൂ. നമ്മുടെ നാട് ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന നാടാണ്. ആ നാട്ടിൽ ഇത്തരമൊരു നിയമത്തെ എതിർക്കാൻ അതിവിപുലമായ യോജിപ്പ് സ്വാഭാവികമായും ഉയർന്നു വരും. അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ വലിയൊരു പ്രതിഷേധ സംഗമം നാം സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാക്കളും മറ്റ് നാട്ടിലെ എല്ലാ സംഘടനാ നേതാക്കളും അതിലുണ്ടായി. എല്ലാവരും ഒന്നിച്ച്. അവിടെ നിർത്തിയില്ല. അതിനെതിരെ വലിയ തുറപ്രവർത്തനങ്ങൾ നിയമസഭ പ്രത്യേകമായി വിളിച്ചു. നിയമസഭയിൽ പ്രമേയം ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം ഐകകണ്ഠ്യേന അംഗീകരിച്ചു. നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ കക്ഷികളുടെയും യോഗം, സർവകക്ഷി യോഗം ചേർന്ന് ഇതിനെ അപലപിച്ചു. സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഇതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് കേസ് ഫയൽ ചെയ്തു. നിങ്ങൾ ചിലർ അന്നൊരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടാവും. LDF സംഘടിപ്പിച്ചൊരു പരിപാടി, മഞ്ചേശ്വരം മുതൽ പാറശാല വരെ സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങല ഇതിനെതിരെ. അങ്ങനെ കേരളം ജനങ്ങളാകെ അണിനിരന്നുകൊണ്ടുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസ് ആദ്യം ഇതിൻ്റെ കൂടെ നിന്നു. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ, KPCC പ്രസിഡന്റ്, അദ്ദേഹം പറഞ്ഞത് ഇവിടെ കേന്ദ്രം പാസ്സാക്കിയൊരു നിയമം നിയമസഭ പ്രമേയം പാസ്സാക്കിയത് കൊണ്ട് നടപ്പാക്കാതിരിക്കുകയോ എന്നാണ്. ഒരു ചരിത്ര നിഷേധം അടങ്ങുന്നൊരു പ്രസ്താവനയാണത്. അങ്ങനെ ഒരു പ്രസ്താവന എങ്ങനെ കോൺഗ്രസിന് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണ്.
എന്താ അങ്ങനൊരു നിലപാടെടുക്കാൻ കാരണം? മാത്രമല്ല, ഇനി യോജിച്ച പ്രക്ഷോഭത്തിന് ഞങ്ങളില്ല, ഒരു പരിപാടിയിലും പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. പങ്കെടുത്തവർക്ക് നേരെ സംഘടനാ നടപടിയും അവർ സ്വീകരിച്ചു. സാധാരണ എന്ത് ന്യായമാണ് അതിന് പറയാനുള്ളത്? ഞങ്ങളുടെ ഭാഗത്ത്, അതായത് സർക്കാരിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റായ സമീപനമുണ്ടായി, അതുകൊണ്ട് യോജിക്കാൻ പറ്റില്ല എന്ന നിലപാടാണെങ്കിൽ അത് അന്നേരെ അവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇതേവരെ സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ടേ ഇല്ല. ഈ നിമിഷം വരെ സർക്കാരിൻ്റെ നിലപാടുകാരനാണ് ഞങ്ങൾക്ക് പിൻവാങ്ങേണ്ടി വന്നത് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ കാരണം? തീർച്ചയായും അനുമാനിക്കാവുന്ന കാരണം കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഈ പങ്കെടുത്തത് ശരിയല്ല, അതിൽ നിന്ന് പിൻവാങ്ങണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടാകാം. അതാണ് അവർ പിൻവാങ്ങുന്നതിനിടയാക്കിയത്. കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം ഈ നിലപാടെ സ്വീകരിക്കൂ എന്നതിൻ്റെ തെളിവാണ് ഡൽഹിയിൽ നടന്ന ഊക്കേറിയ പ്രക്ഷോഭത്തിൽ കോൺഗ്രസിൻ്റെ സാന്നിധ്യം എവിടെയും ഇല്ലാത്തത്. ഇത് 4 വർഷം മുൻപുള്ള കാര്യമാണ്. ഇനി ഈ വർഷം ഉണ്ടായ കാര്യം നമുക്ക് നോക്കാം. അതായത് പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കുന്നതിന് വേണ്ടി ചട്ടങ്ങൾ ഭേദഗതി ചെയ്തപ്പോൾ നമ്മുടെ രാജ്യത്ത് വലിയ പ്രതിഷേധം അതിനെതിരെ ഉയർന്നു. എല്ലാ പാർട്ടികളും അഭിപ്രായം രേഖപ്പെടുത്തി. കോൺഗ്രസിൻ്റെ അഭിപ്രായം ആരെങ്കിലും കേട്ടോ? എന്താണ് ഇതുപോലൊരു വിഷയത്തിൽ കോൺഗ്രസിന് അഭിപ്രായമില്ലാത്തത്? ഒരു ദിവസം, ഈ സമയമല്ല, ഇനിയും ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള സമയം, കോൺഗ്രസ് പ്രസിഡന്റിനെ മാധ്യമപ്രവർത്തകർ കാണുന്നു. അപ്പോൾ അദ്ദേഹം പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അവർ ചോദിക്കുകയാണ്, ഇക്കാര്യത്തിൽ എന്താണ് അഭിപ്രായം? പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ വന്നല്ലോ. അപ്പോൾ മറുപടി, രാത്രി ആലോചിച്ചിട്ട് ഞാൻ പറയാം. എന്തൊരു പരിഹാസമാണെന്ന് നോക്കണം. എന്തുകൊണ്ടാണ് നിലപാട് അവർക്ക് എടുക്കാൻ പറ്റാത്തത്? രാഹുൽ ഗാന്ധി ആ ഘട്ടത്തിൽ വലിയൊരു യാത്ര നടത്തുന്നു. ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നു. ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞതായിട്ട് ആരെങ്കിലും കേട്ടോ? ഇതാണ് പ്രശ്നം. എന്താണ് കോൺഗ്രസിന് സംഘപരിവാർ മനസ്സിനോട് ഇത്ര യോജിപ്പ്? എന്തുകൊണ്ട് തുറന്നെതിർക്കാൻ പറ്റുന്നില്ല? ഇപ്പോ നേരത്തെ പറഞ്ഞു, അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കി. മറ്റ് പ്രകടന പത്രികകളിലൊക്കെ, ഇടതുപക്ഷ പാർട്ടികളുടെ പ്രകടന പത്രികയിലൊക്കെ ഈ പൗരത്വ നിയമ ഭേദഗതി റദ്ദ് ചെയ്യും എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് ഖമാന്നൊരക്ഷരമില്ല. എന്തേ കാര്യം? അപ്പോൾ ചില യോഗങ്ങളിൽ ഞാൻ ആ കാര്യം ചൂണ്ടിക്കാണിച്ചു. ഇന്നലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഭയങ്കര മറുപടി, അയാളിത് ഞങ്ങളെ പ്രകടന പത്രിക വായിക്കാത്തതുകൊണ്ടാണ്, ഇതിലെ 8-ാം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മറുപടി. അപ്പോൾ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പത്രം ഇന്ന് ബാനർ ഹെഡിങ് ഫ്രണ്ട് പേജിൽ അതിലിത് വായിക്കാത്തത് കൊണ്ടാണ് എന്ന ഭാഗം പ്രധാനമായിട്ട് കാണിച്ചു. അപ്പം ഞാൻ ഇന്ന് രാവിലെ പത്രസമ്മേളനം ഇവിടെ നടത്തിയിരുന്നു. അപ്പോൾ ആ പറയുന്ന അവരുടെ പ്രകടന പത്രികയുടെ കോപ്പി ഞാൻ കാണിച്ചു. ഈ പറയുന്ന 8-ാം പേജും കാണിച്ചു. ഈ ഭാഗം അതിനകത്ത് എവിടെയും പറഞ്ഞിട്ടില്ല. എന്തൊരു തെറ്റിദ്ധരിപ്പിക്കലാണെന്ന് നോക്കണം. കോൺഗ്രസ് ചെയ്യാതിരിക്കുക, എന്നിട്ട് ചെയ്തു എന്ന് പറയുക. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തോട് പറയണ്ടേ നിങ്ങൾ ചെയ്യണമെന്ന്? അത് ചെയ്തിട്ടില്ലാരോ? എന്താണ് നിങ്ങൾക്ക് കഴിയാത്തത്? നിങ്ങളുടെ മനസ്സ്, കോൺഗ്രസിൻ്റെ മനസ്സ്
അതിൽ നല്ലൊരു ഭാഗത്തിന്റെ മനസ്സ് സംഘപരിവാർ മനസ്സായി മാറിയിരിക്കുന്നു. അതാണ് വസ്തുത. ഇതാണ് ഇതിൻ്റെ കാര്യത്തിൽ. നമ്മുടെ രാജ്യത്ത് ഭരണഘടനയിൽ ഭേദഗതി വരുത്തണമെങ്കിൽ അതിന് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട്. ഒരു സംസ്ഥാനത്തിൻ്റെ പദവി എടുത്തു കളയണമെങ്കിൽ അതിന് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട്. ഇതൊന്നും പാലിക്കാതെയാണ് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത്, അതിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞത്, സംസ്ഥാനം അല്ലാതാക്കി. ഒരു ദിവസം ആഭ്യന്തരമന്ത്രി എഴുന്നേറ്റ് നിൽക്കുന്നു, ഒരു കടലാസ് എടുത്ത് വായിക്കുന്നു, ഇതെല്ലാം ഇല്ലാതാകും. എവിടത്തേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത്? എന്താണ് ഇതിൻ്റെ അർത്ഥം? അതിശക്തമായി എതിർക്കേണ്ട ഒരു കാര്യമല്ലേ? കോൺഗ്രസിന്റെ ശബ്ദം ആ രീതിയിൽ മുഴങ്ങിയോ? സാങ്കേതികമായി എതിർത്തോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കാണും. പക്ഷേ പാർലമെന്റിൽ ശരിയായ രീതിയിൽ ശബ്ദമുയരണ്ടേ? ഉയർന്നില്ലാലോ. ഉയർന്നില്ല എന്ന് മാത്രമല്ല, ചില കോൺഗ്രസ് നേതാക്കൾ രഹസ്യമായി BJP അഭിനന്ദിച്ചു. ഈ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്യുക എന്നത് RSSന്റെ അജണ്ടയാണ്. നേരത്തെ മുതൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ അജണ്ടയാണ് ഇവിടെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന് 2ാം ഊഴം കിട്ടിയപ്പോൾ നടപ്പാക്കിയത്. അത് നടപ്പാക്കുന്ന നില വന്നപ്പോൾ കോൺഗ്രസിന് എങ്ങനെയാണ് അതിനോട് സമരസപ്പെടാൻ പറ്റുന്നത്? അതാണ് സംഘപരിവാർ മനസ്സിലേക്ക് മാറുന്ന കോൺഗ്രസ് എന്നത് നാം കാണണം. ഇതിൻ്റെ തന്നെ മറ്റൊരു രംഗം, രാജ്യസഭയിലെ കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പ് അദ്ദേഹം ഇതിൽ വല്ലാതെ ആവേശഭരിതനായി. എന്ത് ചെയ്തു എന്നറിയോ? കോൺഗ്രസ്സിന് നേരെ ഇറങ്ങി. എവിടത്തേക്ക് പോയി? BJPയിലേക്ക് പോയി. ഈ കാരണത്താൽ ജമ്മു കാശ്മീരിൻ്റെ കാര്യത്തിൽ BJP സ്വീകരിച്ച നടപടി അത് അങ്ങേയറ്റം അദ്ദേഹത്തിന് ആവേശമുളവാക്കി. BJP ചേർന്നു. BJP അദ്ദേഹത്തെ വീണ്ടും ഇതാണ് കോൺഗ്രസ് എന്നത് നമ്മൾ കാണണം. ഇവിടെ ചില പ്രത്യേക നിയമങ്ങൾ, നമ്മുടെ NIA ഭേദഗതി നിയമം, അത് ആരെ ലക്ഷ്യമിട്ടാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ആ നിയമത്തെ കൂടുതൽ കരിനിയമമാക്കാനുള്ള നടപടിയാണ്. വലിയ അധികാരം ആ നിയമ ഭേദഗതിയിലൂടെ കൊടുക്കുകയാണ്. ആ നിയമ ഭേദഗതി കോൺഗ്രസ് എതിർക്കാൻ തയ്യാറായില്ല. ആകെ ലോക്സഭയിൽ 6 പേരാണ് എതിർക്കാനുണ്ടായത്. ആ 6-ൽ ഒരാള് ആലപ്പുഴ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച സഖാവ് ആരിഫാണ്. ഇതാണ് അവസ്ഥ. ഇതാണ് കോൺഗ്രസിന്റെ നില. വേറൊരു കരിനിയമമാണ് UAPA നിയമം. അതിനെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള, കൂടുതൽ കരിനിയമമാക്കാനുള്ള ഭേദഗതിയുമായി BJP വന്നു. കോൺഗ്രസ് BJPയുടെ കൂടെയാണ് നിന്നത്. അപ്പോ ആരുടെ കൂടെയാണ്, എന്ത് മനസ്സാണ് കോൺഗ്രസിനുള്ളത്? സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കുമ്പോൾ സംഘപരിവാർ മനസ്സോടെ അതുമായി സമരസപ്പെടുന്ന ഒരു നില കോൺഗ്രസിന് വരികയാണ്. ഇതാണ് നാം ഗൗരവമായി കാണേണ്ടത്. ഈ നമ്മുടെ നാട്ടിൽ നിന്ന് പോയ 18 അംഗ സംഘത്തെ NIA നിയമം ഭേദഗതി ചെയ്തപ്പോൾ അവിടെ കണ്ടില്ല. UAPA ഭേദഗതി ചെയ്തപ്പോൾ അവിടെ കണ്ടില്ല. ആകെ ആരിഫ് മാത്രമായിപ്പോയത് അന്ന് അദ്ദേഹമേ ഉള്ളൂ LDFന്റെ ഭാഗമായിട്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ സാധാരണ നിലക്ക് നാം സൂക്ഷിച്ചു പോരുന്ന തനിമയാണ് അങ്ങ് നഷ്ടപ്പെട്ടു പോയത്. ഇത് ദേശീയ തലത്തിലുള്ള ഇത്തരം ഒട്ടേറെ പ്രശ്നങ്ങൾ, ഞാനതിൻ്റെ മറ്റു വിശദമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നാടിൻ്റെ കൂടെ അവരുണ്ടോ? നാടിൻ്റെ പ്രശ്നത്തോടൊപ്പം ഉണ്ടോ?
നാടിനെ വലിയ തോതിലാണ് അവര് ബുദ്ധിമുട്ടിക്കാൻ നോക്കിയത്. ഒരുപാട് സംഭവങ്ങൾ, എല്ലാം എണ്ണി എണ്ണി ഞാൻ പറയല്ല. നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടു. നൂറ്റാണ്ടിലെ മഹാപ്രളയം, അതിൻ്റെ തൊട്ടു പിന്നാലെയുള്ള അതിരൂക്ഷമായ കാലവർഷക്കെടുതി, നമ്മുടെ ലോകത്തെ തന്നെ വറങ്ങലിപ്പിച്ച കോവിഡ്, പിന്നെ ചില ഘട്ടങ്ങളിൽ നിപ്പ, മറ്റൊരു ഘട്ടത്തിൽ ഓഖി, ഇതെല്ലാം ഒരു നാടിനെ തകർത്തെറിയാൻ പറ്റുന്നതായിരുന്നു. നാടിന് പ്രത്യേക സഹായം വേണ്ട ഘട്ടം. സഹായം എന്നത് ഈ രാജ്യത്തിൻ്റെ ഭാഗമായ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അവകാശമാണ്. അത് നൽകേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അർഹമായതുപോലും നിഷേധിച്ചു. ഈ 18-അംഗ സംഘത്തിൽ ആരുടെയെങ്കിലും ശബ്ദം നമ്മൾ ആരെങ്കിലും കേട്ടോ? എന്തേ അവർക്ക് കേരളത്തിന് വേണ്ടി ശബ്ദിക്കാൻ കഴിയാതിരുന്നത്? എന്താണ് അവർ കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിനോടൊപ്പം നിന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ന്യായങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഇടയാക്കിയത്? ഇതൊരു ഭാഗം. നമ്മുടെ നാടിനെ തകർക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായി വല്ലാതെ ഞെരുക്കുന്നതിൻ്റെ നടപടി സ്വീകരിച്ചു. അതും നമുക്ക് അർഹതപ്പെട്ടത് നിഷേധിക്കുകയാണ്. നമ്മുടെ നികുതി വിഹിതം, അതിനെല്ലാം കൃത്യമായ മാനദണ്ഡമുണ്ട്. പക്ഷേ മാനദണ്ഡമൊന്നും ബാധകമല്ല. അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ധാരാളം, നമുക്ക് അർഹതപ്പെട്ടതുമില്ല. നമ്മളത് ചോദ്യം ചെയ്തു. സാധാരണ ഇത്തരം കാര്യങ്ങൾ പാർലമെന്റ് അംഗങ്ങൾ പാർലമെന്റിൽ നേരെ നിന്ന് വിമർശിക്കാൻ ബാധ്യപ്പെട്ടവരാണ്. നാടിൻ്റെ പ്രശ്നങ്ങൾ ഉയർത്താൻ ബാധ്യപ്പെട്ടവരാണ്. ഈ 18-അംഗ സംഘത്തിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തോ ഏതെങ്കിലും ഘട്ടത്തിൽ? അവര് BJPയുടെ ന്യായം, കേന്ദ്ര ഗവൺമെന്റ് മുട്ടാപ്പോക്ക് ന്യായം എടുത്ത് പ്രചരിപ്പിക്കാനാണ് ശ്രമിച്ചത്. എപ്പോഴും കേരളത്തെ കുറ്റപ്പെടുത്താനായിരുന്നു അവർക്ക് വാസന. ഓരോ ഘട്ടത്തിലും എന്താണ് അതിൻ്റെ ഭാഗമായി സംഭവിച്ചത്? കേരളത്തിന് ലഭിക്കേണ്ട ന്യായമായ വിഹിതം കിട്ടാതായി. എങ്ങനെ പ്രവർത്തിക്കും നമ്മൾ? ഈ 7 വർഷക്കാലത്തെ നമ്മുടെ അനുഭവം, നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന പണം ലഭിക്കാതിരുന്നത് എത്രയാണ് എന്ന് സുപ്രീം കോടതിയുടെ മുന്നിൽ അവസാനം നാം വെളിപ്പെടുത്തി. എത്രയത്? 1,07,500 കോടിയിൽ പരം രൂപ. നമ്മുടേതുപോലൊരു സംസ്ഥാനത്തിന് 1,07,500 കോടിയിൽ പരം രൂപ ഈ 7 വർഷം കൊണ്ട് തടഞ്ഞു എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന സാമ്പത്തിക പ്രത്യാഘാതം എത്ര വലുതായിരിക്കും? ഏതെങ്കിലും ഘട്ടത്തിൽ ഈ 18-അംഗ സംഘത്തിൽ ആരുടെയെങ്കിലും ശബ്ദം അതിനെതിരെ ഉയർന്നോ? എന്താണ് അവർക്ക് ഇതിനെതിരെ ശബ്ദിക്കാൻ വേണ്ടി? അവർ ശബ്ദിക്കുമ്പോഴൊക്കെ കേരള ഗവൺമെന്റിനെ കുറ്റപ്പെടുന്നുണ്ടല്ലോ, കേന്ദ്ര ഗവൺമെന്റിനെ ന്യായീകരിക്കുന്നുണ്ടല്ലോ. RSSനും BJPക്കും കേരളത്തോടുള്ള വിരോധം നമുക്ക് മനസ്സിലാക്കാം. അതിന് കാരണം അവരെ കേരളം സ്വീകരിക്കുന്നില്ല. എങ്ങനെ സ്വീകരിക്കും? അവരുടെ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം നമ്മുടെ നാടിന് സ്വീകരിക്കാൻ കഴിയുമോ? നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള സംസ്കാരമല്ലേ നമ്മുടേത്? ഉയർന്ന സാഹോദര്യ ബോധം, അതല്ലേ കേരളത്തിന്റെ പ്രത്യേകത? ആ നാടിന് വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അത് പകയായി മാറുന്നു. നാടിനെയും നാട്ടുകാരെയും പകയോടെ സമീപിക്കുന്നു. ആ പക എന്തിന്? ഇവിടുന്ന് ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചു പോയ ഈ 18-അംഗ സംഘത്തിനുണ്ടാകുന്നു. എന്തിന് കോൺഗ്രസിനുണ്ടാകുന്നു? എന്തിന് UDFനുണ്ടാകുന്നു? ഇതല്ലേ നമ്മുടെ അനുഭവം? ഒരു
അനുഭവം നിങ്ങളുമായി പങ്കുവെക്കാം. സാധാരണ പാർലമെന്റ് ചേരുന്നതിന് മുൻപ്